വഴിയില്ല മോളെ. പലക വാങ്ങാനുള്ള കാശെങ്കിലും കിട്ടുമെന്ന് നോക്കാം. കുറെ അധികം സിനിമകളിൽ അഭിനയ ചക്രവർത്തിയായ സത്യന്റെ മകളായി വേഷമിടാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് വിനോദിനിക്ക്. അഭ്രപാളിയിലെ ഇരുവരുടെയും പ്രകടനം സിനിമാ ആസ്വാദകർ വികാര വായ്പോടെയാണ് കണ്ടിരുന്നിട്ടുള്ളത്. സിനിമയ്ക്ക് പുറത്തും സത്യൻ വിനോദിനിയെ മകളായി കാണുകയും സ്നേഹിക്കുകയും ചെയ്തു. അച്ഛൻ ഇതെടുത്തോളൂ, എനിക്ക് വേണ്ട. മോക്ക് പിറന്നാളിന് ഒരു ഒന്നാന്തര സമ്മാനം വാങ്ങിച്ചതാ. നല്ലൊരു പാവം. നേരാണ് കുട്ടി, തീർച്ചയായും വാങ്ങിച്ചു തരാം മോളെ. അധികം സമയത്ത് സത്യനാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛൻ ഡൽഹിയിലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് സത്യന് പെൺമക്കളില്ല. അപ്പോൾ എപ്പോഴും സെറ്റിൻ്റെ പുറത്തിറങ്ങുമ്പോൾ എന്നെ കൊണ്ട് അച്ഛാന്ന് വിളിപ്പിക്കും. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനിടയ്ക്ക് വല്ലപ്പോഴൊരിക്കൽ വരാറുള്ളൂ, കൊല്ലത്തിലൊരിക്കോ അങ്ങനെ 6 മാസം കൂടുമ്പോഴൊക്കെ വരുമ്പോൾ അച്ഛൻ പറയും മോളെ എന്നെ അച്ഛാന്ന് വിളിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി, ഏതാണ് അച്ഛൻ? അവിടെ അച്ഛനെ വിളിക്കാൻ പറഞ്ഞു, ഇവിടെ അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങേർക്ക് വലിയ ഇഷ്ടമായിരുന്നു, എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അമ്മ ആണ് കൂടെ വരിക. അപ്പോൾ അമ്മ യൂണിറ്റിലെ ഭക്ഷണം ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല, അത് വയറിന് അസുഖം ഉണ്ടാക്കാൻ വന്നിട്ട് അമ്മ വീട്ടിൽ നിന്നും ഈ തൈരും ചോറും മെഴുക്കുരുട്ടിയൊക്കെ തരുന്നത്. ഇത് കഴിച്ച് ഇങ്ങനെ മടുക്കും. അപ്പോൾ സത്യനോട് അപ്പുറത്ത് പിന്നെ തന്തൂരി ചിക്കനൊക്കെ കഴിക്കും. അപ്പം ചിക്കനൊന്നും അമ്മ തൊടാൻ സമ്മതിക്കും, ചിക്കൻ ഫിഷൊന്നും തൊടാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ അമ്മ കാണാതെ എന്നെ വിളിക്കും. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയും കിടന്നിരിക്കുക, കഴിക്കുക എന്നിട്ട് എനിക്ക് തരും. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഒരു സ്ട്രോങ് ബോണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അച്ഛാന്ന് വിളിപ്പിക്കും. പിന്നെ സേതുമാധവൻ, KS സേതുമാധവൻ, അദ്ദേഹം പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു എന്താ പറയണ്ട, ഒരു ഫ്രണ്ട് മാതിരിയായിരുന്നു. കളിപ്പിക്കും, പിന്നെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തരും, വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ചില സമയത്തൊക്കെ ഷോട്ടിന് വിളിക്കുമ്പോഴങ്ങനെ മടിച്ചൊക്കെ നിൽക്കും, വേണോ വേണ്ടയോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ കുറേ കളിപ്പാട്ടങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം, ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരാം, ഞാൻ കളിപ്പാട്ടം വാങ്ങിച്ചു തരാം. അങ്ങനെ ഭയങ്കര പ്ലേഫുള്ളായിരുന്നു. അത് മാത്രമല്ല അങ്ങേരുടെ എനിക്ക് തോന്നും അന്ന് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങേരുടെ സിസ്റ്ററിന് ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുട്ടി അങ്ങേര് വിനോദിനി എന്നാണ് പേരിട്ടത്. അത്രയും ഇഷ്ടമായിരുന്നു. എന്നെ വിളിക്കുന്നതിനെ വിങ്കു എന്നാണ് വിളിക്കുക, വിനോദിനിയെ തികച്ച് വിളിക്കില്ല, വിങ്കു എന്നാണ് വിളിക്കുക. പിന്നെ P. സുബ്രഹ്മണ്യം, അദ്ദേഹം ശരിക്കൊരു ഫാദർലി ഫിഗറായിരുന്നു, ശരിക്കും ഒരു അച്ഛൻ്റെ സ്ഥാനത്തുള്ളതായിരുന്നു. കാരണം ഈ ദേവി കന്യാകുമാരി അഭിനയിക്കുന്ന സമയത്ത് ഈ കണ്ണ ആരില്ല കണ്ണ എന്നൊരു പാട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും കടലിലേക്ക് ഇറങ്ങി തന്നെയാണ് ഷൂട്ട് ചെയ്ത്. അപ്പോൾ ഒരു എന്താ കെട്ടുവെള്ളം അങ്ങനത്തെ ഒരു സ്ഥാനത്തല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്യാമറ വെച്ച ഒരാൾ അന്നറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ സുബ്രഹ്മണ്യ മാമ എന്നാണ് വിളിക്കുക. മാമനും കൂടെ ഇറങ്ങി. അന്ന് മാമന് കാലിന് സുഖമില്ല, എന്നിട്ടും പറഞ്ഞു വേണ്ട അവളെ ഒറ്റയ്ക്ക് വെള്ളത്തിൽ വിടണ്ട, ഞാനും കൂടി ഇരിക്കുക. എന്നിട്ട് ആ ബോട്ടിൻ്റെ അറ്റത്ത് ഇരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു പ്രൊട്ടക്റ്റീവായിട്ട് ഒരാളായിരുന്നു. അപ്പോൾ ഇത് വല്ലാത്തൊരു ഫീലിംഗ്. ഇന്ന് അങ്ങനെ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ ക്ലോസ് ആയിരുന്നു. KS സേതുമാധവനായാലും സുബ്രഹ്മണ്യം ആണെങ്കിലും സത്യൻ ഭയങ്കര അടുപ്പമായിരുന്നു. വിനോദിനിയുടെ ബാല്യകാലം ഏറെക്കുറെ സിനിമയോടൊപ്പം നടന്നു തീർത്തതാണ്. ബാല്യകാല സ്മരണകളിൽ ഇവിടെ പറയാനും പങ്കുവയ്ക്കാനുമുള്ളത് സിനിമാ കാര്യങ്ങളാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. കടലമ്മ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, മറ്റേ കുഞ്ചാക്കോവിൻ്റെ സിനിമയായിരുന്നു. അപ്പോൾ അതിലൊരു സീനിൽ ആന വന്നിട്ട് ഒരു ഉത്സവം നടക്കുകയാണ്. ആ ആന വന്ന് വരണ്ടു പോണ സമയത്ത് രാജകുമാരി, ഞാൻ ചെറിയ രാജകുമാരിയായിട്ട് അഭിനയിക്കുന്നത്, അതിനെ തട്ടിക്കൊണ്ടു പോവുകയാണ്. അതായിരുന്നു എൻ്റെ ഷോട്ട്. അപ്പോൾ ശരിക്കും ഈ വലിയ സെറ്റിനകത്തൊരു വലിയ കൊമ്പൻ ആനയെ കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ വെടി പൊട്ടിക്കുമ്പോൾ ആന ഇങ്ങനെ ഓടാൻ തുടങ്ങും. അപ്പോൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നതാണ്. പക്ഷേ ശരിക്കും വെടി പൊട്ടിച്ചപ്പോൾ ഈ ആനയ്ക്ക് മതളകി. എന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടായി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഒരു ബഹദൂറാണ് എന്നെ എടുത്തുകൊണ്ടോട്. അപ്പോൾ ശരിക്കും ആ സീനിൽ ബഹദൂറാണ് കൊള്ളക്കാരൻ. പക്ഷേ ശരിക്കും എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. പക്ഷേ ആ സീൻ ഭയങ്കര ഒറിജിനലായി, കാരണം വളരെ നാച്ചുറലായി തോന്നി. അത് ശരിക്കും വേണ്ട, അത് ശരിക്കും വല്ലാത്തൊരു അനുഭവം. ചെക്കിന് സെറ്റിനകത്ത് രക്ഷപ്പെടാൻ വേറൊരു മാർഗ്ഗമല്ല, തുറന്ന സ്ഥലമല്ല, വലിയൊരു സെറ്റ് കെട്ടിയിട്ട് ഒരു കൊമ്പനാനയെ കൊണ്ടുവന്നിട്ട് എടുത്തത്. അത് ഇപ്പോഴും, അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ആനയെ കാണുമ്പോൾ പേടിയാണ്. ഇന്ത്യൻ സിനിമയുടെ അഭിമാന നക്ഷത്രമായ കമലഹാസന്റെ സകലകലാവല്ലഭന്റെ അരങ്ങേറ്റ ചിത്രമെന്ന ഖ്യാതി ഒരു മലയാള സിനിമയ്ക്ക് അവകാശപ്പെട്ടതാണ്. കണ്ണും കരളും എന്ന സിനിമയ്ക്ക് കമലഹാസനോടൊപ്പം ആ സിനിമയിൽ വേഷമിട്ടിട്ടുണ്ട് വിനോദിനിയും. കമലഹാസൻ്റെ ഫസ്റ്റ് ഫിലിം കണ്ണും കരളും, മലയാളത്തിലെ ഫസ്റ്റ് ഫിലിം എൻ്റെ കൂടെയായിരുന്നു. എനിക്കതിൽ ഡബിൾ റോളായിരുന്നു, കമലഹാസൻ്റെ ചെറിയ കാലവും പിന്നെ കമലഹാസൻ്റെ അനിയത്തിയായിട്ടും. അപ്പോൾ കമലഹാസൻ അന്ന് തന്നെ ആ പ്രായം, എനിക്ക് തോന്നുന്നു അന്നൊരു 9-10 വയസ്സോ കാണും. ഭയങ്കര എന്താ പറയുക, അഡ്വഞ്ചറസ് ആയിരുന്നു എല്ലാം. അങ്ങനെ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എന്നെ വിളിക്കാൻ വരും ഷൂട്ടിംഗ് നേരത്ത്. കമലഹാസനെ വിളിച്ചിട്ടാണ് എന്നെ വിളിക്കാൻ വരിക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2 നില കെട്ടിടത്തിനോട് ചേർന്നൊരു വലിയ മാവുണ്ട്. അപ്പോൾ പടിയുണ്ട് അകത്തൂടി കയറാൻ. പക്ഷേ ആ
മരത്തിൻ്റെ മുകളിൽ കൂടി കയറി മുകളിലത്തെ വരാന്തയിലേക്ക് വരും. അതുപോലെ ഷോട്ടിൻ്റെ ഇടയ്ക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ പറയും, ക്യാമറമാനോ ക്യാമറ അസിസ്റ്റൻസ് ആരെങ്കിലും പറയും, ഓരോ ഈച്ചക്കൊന്ന് 10 പൈസ തരാമെന്ന് പറയും. അവിടെ മെനക്കെട്ടിരുന്ന് ഈച്ച അടിക്കാനിരിക്കും. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഭയങ്കര ഒരു ഡെവലായിരുന്നു. ഒരു സിനിമാ താരത്തിന്റെ ഗ്ലാമറും പ്രശസ്തിയും വേണ്ടെന്ന് വച്ച വിനോദിനി ഇപ്പോഴണിയുന്നത് നിറപ്പകിട്ടുള്ള ജീവിതവേഷമാണ്. ഉത്തമയായ ഭാര്യയായി, സ്നേഹസമ്പന്നയായ അമ്മയായി ഒരു കുടുംബിനിയുടെ സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കുകയാണിവർ. ഹസ്ബൻഡ് ശശിമോഹൻ ജേർണലിസ്റ്റാണ്. ഞങ്ങളത് ലവ് മാരേജ് ആയിരുന്നു. പ്യുവർ ലവ് മാരേജ് എന്ന് പറയാൻ പറ്റില്ല, ലവ് അറേഞ്ച് മാരേജ്. എൻ്റെ സീനിയറായിരുന്നു കോളേജിൽ. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണ്. അദ്ദേഹം മാതൃഭൂമിയിലായിരുന്നു 20 കൊല്ലം. പിന്നീട് webloகம்.com എന്ന് പറഞ്ഞൊരു ഇൻ്റർനെറ്റ് പോർട്ടലിൻ്റെ എഡിറ്ററായിരുന്നു. ഫസ്റ്റ് മലയാളം പോർട്ടൽ ഇൻ കേരള, അതിൻ്റെ എഡിറ്ററായിരുന്നു. ഇപ്പോൾ ശാന്തിഗിരി ആശ്രമത്തിലെ റെസിഡൻറ്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. മക്കൾ 2 പേര്. മൂത്തത് മകനാണ്, ഗോപി മാധവ്. അയാൾ IDBI ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തത് മകളാണ്, മാതങ്കി. BA സൈക്കോളജിക്ക് MG കോളേജിൽ പഠിക്കുകയാണ്. മകൻ കുറച്ച് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു 8 വർഷത്തോളം പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പാടുന്നില്ലെന്നേ ഉള്ളൂ. മോള് പിന്നെ പൊതുവേ അതിലൊന്നും താല്പര്യം കാണിക്കാത്ത ആളാണ്. കോഴിക്കോടാണ് സ്ഥലം. അവിടെ ഡ്രാമയിലൊക്കെ പങ്കെടുത്ത ആൾ, അവിടുത്തെ ഡ്രാമ ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിനടുത്തുള്ള സമിതിയോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊതുവേ കല ആസ്വദിക്കുന്ന ആളാണ്, സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്.